ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കൊത്തൻ ചക്ക അവിയല്. നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാലും ഇന്ന് ബോംബെയിലെ മാർക്കറ്റിൽ കൊത്തൻ ചക്ക കണ്ടപ്പം ഞാനൊന്ന് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അത് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. അതിന് വേണ്ടത് എല്ലാവർക്കും അറിയാലോ, കൊത്തൻ ചക്ക അവിയലിന് കൊത്തൻ ചക്ക ചൂട. ഞാനിത് കുറച്ച് കൊത്തൻ ചക്ക ഇങ്ങനെ എടുത്തിട്ട് ചക്കക്കുരു ഇങ്ങനെ പൊളന്ന് ഒരു ചക്ക നാലായിട്ട് കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. അതില് ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങയ്ക്ക ഇങ്ങനെ മുറിച്ചിട്ട് ഒരു മുരിങ്ങയ്ക്ക എടുത്ത് മുറിച്ച് ചേർക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചെയ്യുമ്പോൾ നമ്മള് പ്രത്യേക ടേസ്റ്റാണ്. മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് നെടുകെ ഇങ്ങനെ. ഇതിൽ നമ്മള് മുളക് പൊടിയിടില്ല, പച്ചമുളക്. ഞാനൊരു 3 മുളക് ഇട്ടിട്ടുണ്ട്. 2 മുളക് ഒന്ന് ചതയ്ക്ക, ചെറിയ മുളക്. ഇത് വെള്ളം ഒഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. അടച്ചു വെച്ചു വേവിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ തിരുമിയത്, ഞാൻ ആദ്യമേ എടുത്തു വെച്ച 2 ചെറിയ പച്ചമുളക്, 3 വെളുത്തുള്ളി അല്ലി. ഇത് ഞാൻ 3 വെളുത്തുള്ളി നെടുകെ പിളർന്ന് വെച്ചിട്ടാണ് തൊലിക്കാൻ എളുപ്പത്തിന്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, അതായത് ജീരകം വെളുത്തുള്ളി ഇത് രണ്ടുമാണ് ചക്കയ്ക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ കറിവേപ്പില ഞാൻ ഇതിൽ ചതയ്ക്കുന്നില്ല, ലാസ്റ്റിൽ ഞാൻ ഇടയുള്ളൂ. ഇനി ഇത് നമുക്ക് ഒതുക്കിയെടുത്തിട്ട് വരാം. നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും, അയ്യേ ഈ കൊത്തൻ ചക്ക നാട്ടിൽ ഇഷ്ടം പോലെ നല്ല ചക്ക കിട്ടുമ്പോഴാണ് ഈ കൊത്തൻ ചക്കയെന്ന് വിചാരിക്കും. പക്ഷേ ഇത് തിന്ന് ടേസ്റ്റ് അറിഞ്ഞവർക്ക് ഇത് വീണ്ടും കഴിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഒരു 3 കതിർപ്പ് കറിവേപ്പില ഉണ്ട്. അതും കൂടി ഇട്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഇതൊന്ന് ആവിയേറ്റി എടുക്കാം. ഹായ്, ഞാൻ കൊത്തൻ ചക്ക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണില്ല. അതുകൊണ്ട് ഒന്നുകൂടി പറയാം മനസ്സിലാകാത്തവർക്ക്. കൊത്തൻ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക വിളഞ്ഞ്, അതായത് മൂത്ത് വരുന്നതിന് മുമ്പ്, മൂത്ത് വരുമ്പോ ശരിക്കും യെല്ലോ കളറല്ലേ. ഇതങ്ങനെയല്ല, ഒരു വൈറ്റ് കളർ യെല്ലോ കളറിനും ഇടയ്ക്കുള്ളതാണ് നമ്മൾ കൊത്തൻ ചക്ക എന്ന് പറയുന്നത്. അതായത് കുരു ശരിക്ക് അതിൽ നിന്ന് കുരുവിന്റെ അകത്തെ പാടയിൽ നിന്ന് ഇറങ്ങി വരാത്ത സമയം, അതാണ് കൊത്തൻ ചക്ക. ഇനി നമുക്ക് നമ്മുടെ കൊത്തൻ ചക്ക വെന്തോ. ഞാൻ അങ്ങനെ എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ചട്ടുകത്തിന്റെയോ തവിയുടെയോ കണ വെച്ചിട്ട് ഇളക്കിയിടാം. ശരിക്കിട്ട് നമ്മുടെ ഇളക്കി അതിന്റെ അങ്ങ് കുഴച്ച് കളയരുത്. ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ട സാധനം പച്ച വെളിച്ചെണ്ണ. ഇതാണ് അതിന്റെ ടേസ്റ്റ്. നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയതിനു ശേഷം അങ്ങനെ നമ്മുടെ കൊത്തൻ ചക്ക റെഡിയായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഇടയ്ക്ക് ഉപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ചക്ക നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സാക്കിയിട്ട് വേണം വയ്ക്കാൻ. ഞാനത് നേരത്തെ ചെയ്തു, പക്ഷെ വീഡിയോയിൽ എടുക്കാൻ മറന്നു. ഇങ്ങനെ നമ്മുടെ കൊത്തൻ ചക്ക അവിയൽ റെഡിയായി.